ആള് കൊള്ളാലോടാ. 50 ലക്ഷം രൂപയൊക്കെ ഈ നേരത്തിനുള്ളിൽ നീ പുഷ്പം പോലെ റെഡിയാക്കിയല്ലോ. സോ യു ആർ ബ്ലഡി റിച്ച്. പത്മ, നീ ഇപ്പം എൻ്റെ ജീവിതം വെച്ചാ കളിക്കുന്നത്. എൻ്റെ പിള്ളേർക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ച പൈസയും എൻ്റെ ഭാര്യയുടെ സ്വർണം പണയം വെച്ചതും എല്ലാം ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഈ പൈസ ഉണ്ടാക്കിയത്. ശരിയാ, ഞാനും തെറ്റ് ചെയ്തിരുന്നു. അതിലൊക്കെ ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു. ഈ പൈസ എടുത്തിട്ട് പ്ലീസ് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യും. ദയവ് ഇതെൻ്റെ കുടുംബം വെച്ച് കളിക്കരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. കഷ്ടം, നീ ഇത്രയേ ഉള്ളൂ. ശരി, നിന്നെ ഞാൻ വെറുതെ വിടാം. ഒരു 50 ലക്ഷം രൂപയും കൂടെ തന്ന് നീ എന്നെ സെറ്റിൽ ചെയ്തേക്ക്. നീ എന്തായാലും നിന്റെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടി കുറെ കിടന്ന് പാടുപെടുകയല്ലേ. ഇനി ഞാൻ എന്തായാലും തകർക്കുന്നില്ല. ബാക്കി 50 ലക്ഷം രൂപ തന്നേക്ക്, ഞാൻ അങ്ങ് പോയേക്കാം. എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിന്റെ വഴി. പിന്നെ ഞാൻ എന്തായാലും നിന്നെ ശല്യപ്പെടുത്താൻ പറ്റില്ല. പത്മ, ഇനിയൊരു 50 ലക്ഷം രൂപ കൂടെ ഞാൻ വിചാരിച്ച പറ്റത്തില്ല. പറ്റും. ഞാൻ എന്തായാലും ഒരു 10 ദിവസം കൂടി സമയം തരാം. നിന്നെ അങ്ങ് കൊന്ന ഈ പ്രശ്നം തീർന്നില്ലേ? ഇല്ലല്ലോ. ഞാൻ ചത്താലും നിന്റെ ഈ വീഡിയോ എല്ലാവിടെയും എത്തും, എല്ലാവരും കാണും. നീ എന്താ വിചാരിച്ചേ? ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ഒറ്റയ്ക്കാണെന്നാണോ? എന്നാ നീ കേട്ടോ, ഞാൻ ഒറ്റയ്ക്കല്ല. പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ എൻ്റെ ജീവിതം നശിപ്പിക്കരുത് പ്ലീസ്. നീയൊക്കെ ഹണി ട്രാപ്പ് നടത്തും അല്ലേടി? നിന്റെ ടീംസിനെ മൊത്തം എണ്ണത്തിനെയും പൊക്കിയിട്ടുണ്ട്. നാട്ടുകാരെ പറ്റി ജീവിച്ചൊക്കെ മതി. ഇനി നീ കുറച്ചാൾ അകത്ത് കിടക്ക്. താനല്ലേടോ അജീഷ്? അതെ സാർ. എടോ, തൻ്റെ ഭാര്യ കൃത്യസമയത്ത് വന്ന് സ്റ്റേഷനിൽ പരാതി വന്നുകൊണ്ട് തൻ്റെ കാശ് നഷ്ടപ്പെട്ടില്ല. ആ, നാളെ സ്റ്റേഷനിൽ ഒന്ന് എഴുതി തന്നിട്ട് കാശ് മേടിച്ചോ. എടോ, നല്ലൊരു സ്നേഹമുള്ള ഭാര്യയുള്ളപ്പോൾ എന്തിനാടോ ഈ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നത്?